നന്നായി പിണറായി. ഈ നാട് മുഴുവനും പറഞ്ഞു നിങ്ങളോട്. ഓക്സ് ഒരു വീഡിയോ ചെയ്തു, സോഷ്യൽ മീഡിയ മുഴുവനും പറഞ്ഞു. നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ 30 വർഷം തികക്കുന്ന അമരസ്ഥാനത്ത്, SNDPയുടെ അമരസ്ഥാനത്ത് തികക്കുന്ന ആ വലിയ ആഘോഷ പരിപാടിക്കായി പോവല്ലേ എന്ന്. ഈ നാടിൻ്റെ ഒരു ഉൾവിളിയായിരുന്നു അത്. ഞങ്ങളുടെ ഉള്ളിനുള്ള ആഗ്രഹമായിരുന്നു അത്. പക്ഷെ നിങ്ങൾ ഒടുവിൽ ആ സമ്മേളനത്തിലേക്ക് പോവുക തന്നെ ചെയ്തു. നടേശന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സദസ്സിലേക്ക് ഉയർത്തിക്കാട്ടി നിങ്ങൾ പറഞ്ഞു, നടേശൻ ഈ നാടിലെ ഒരു നല്ല നേതാവാണ്, അദ്ദേഹം പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചതാണ്, മിസ്ഗൈഡ് ചെയ്തതാണ്, മിസ്ലീഡ് ചെയ്തതാണ് എന്നൊക്കെ. അതിനുശേഷം നിങ്ങൾ പറഞ്ഞു അതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ്, അതിനെ മനസ്സിലാക്കണമെന്ന്. പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ, നിങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് കേരളത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈഴവ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമാക്കിയാണോ നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിക്കാതെ വയ്യ. ഈ നാട്ടിൽ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ വലിയ രീതിയിൽ അനുകൂലിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുന്നതും നമ്മൾ കണ്ടതാണ്. എന്താണ് നിങ്ങൾ ഈ നാടിനോട് പറയുന്ന നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? CPM LDF കുറച്ച് നാളുകളായി വെച്ചു പുലർത്തുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പൂഞ്ഞാറിലേക്ക് കൂടി പോകും. നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന്, ചേർത്തലയിൽ നിന്ന് വരുമ്പോൾ പൂഞ്ഞാറിൽ ചെന്ന് PC-യുമായും കൂടി ഇങ്ങനെ കൈ കൂട്ടിച്ചേർത്ത് പിടിച്ച് നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മറ്റൊരു നേതാവായി PC ജോർജിനെ കൂടി നിങ്ങളങ്ങ് പറയുന്നേ. കാരണം PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണിച്ച കാലതാമസം, നിങ്ങൾ പോലീസിനെ വെച്ച് നടത്തിയ നാടകാന്ത്യം, ഒരു വലിയ രീതിയിലുള്ള ഒരു അറസ്റ്റ് വെറും പേരിന് വേണ്ടി, 2 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമുള്ള ജാമ്യം, ഇങ്ങനെ മുഴുവനും PC ജോർജിന്റെ കേസിൽ ഓരോ സെക്കൻഡിലും ഓരോ ദിവസത്തിലും ഈ സർക്കാരിനെ വിമർശിച്ചപ്പോൾ പിണറായി എന്ന ഇരട്ടച്ചങ്കന്റെ നിലപാടിലുള്ള മൃദു സമീപനത്തെ ഈ നാട് വിമർശിച്ചപ്പോഴും നിങ്ങൾ സ്ഥിരമായ രീതിയിൽ വെച്ച് പുലർത്തുന്ന ആ ഒരു പുച്ഛഭാവമുണ്ടല്ലോ, ആ ഒരു കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവമുണ്ടല്ലോ, അത് തുടരുക തന്നെ ചെയ്തു. PC ജോർജ് വിഷയത്തിൽ നിങ്ങൾ എന്ത് കാണിച്ചു എന്നും കണ്ടതാണ്. ഇപ്പോഴിതാ ഇത്രയും വലിയ പരാമർശം കേരളത്തിന്റെ മതേതര മണ്ണിൽ മലപ്പുറത്ത് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തൊട്ടടുത്ത് അതിൻ്റെ ചൂടാറും മുമ്പ് അതിൻ്റെ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ അലയൊലിയായി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ സമ്മേളന വേദിയിൽ നടേശൻ എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പിയ നാവിൻ്റെ ഉടമയെ കൈചേർത്ത് പിടിച്ച് കേരളത്തിൽ ഇങ്ങനെ വലിയൊരു പ്രസ്താവന അരക്കിട്ടുറപ്പിക്കുകയാണ്. നിങ്ങൾ സംഘപരിവാർ, RSS, BJP ആരാണിവർ? ഈ കൂട്ടർ ആരാണ്? കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ BJP ഇങ്ങനെ വലിയ ശക്തമായ നിലപാടിൽ, ശക്തമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ CPM എന്ന് പറയുന്ന പാർട്ടിനെ അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇവിടെ ആ ഒരു പാർട്ടി വംശനാശം സംഭവിക്കാതിരിക്കാൻ, ആ പാർട്ടിക്ക് ഇനി ഒരു ജീവവായു ഉണ്ടാവണമെങ്കിൽ ഈ നാട്ടിൽ ഇനി മൃദു ഹിന്ദുത്വ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ മാറ്റി ഇനി ശക്തമായ രീതിയിൽ എക്സ്ക്ലൂസീവ് ഹിന്ദുത്വ, ഇനി BJPയെ കടന്നാക്രമിക്കാതിരിക്കുക, മുസ്ലിം പ്രീണനമുള്ള പാർട്ടിയാണ് എന്ന് പറയാതിരിക്കുക, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ, ഈഴവരുടെ വോട്ടുകൾ ഒക്കെ ഞങ്ങൾക്കിനി നേടണമെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ എടുത്ത ശക്തമായ നിലപാടാണ് ഞങ്ങൾക്ക് വിനയായത് വോട്ട് കുറയാൻ. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ബില്ലിൽ ഞങ്ങളെടുത്ത നിലപാടാണ് ഇവിടുത്തെ ഈഴവ സമുദായങ്ങളുടെ, ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് CPM LDF ക്യാമ്പിൽ നിന്ന് പോകുവാനുള്ള കാരണം. ഇതൊക്കെ മനസ്സിലാക്കിയാണോ നിങ്ങൾ ഈ നിലപാടെടുക്കുന്നതെങ്കിൽ പിണറായി വിജയ, ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയെ കേൾക്കാൻ വേണ്ടി പറയാ,
നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പിണറായി എന്ന് പറയുന്ന ഒരൊറ്റ അച്ചുതണ്ടിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി, LDF എന്ന് പറയുന്ന മുന്നണി സമ്പ്രദായം അസ്തമിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഡൽഹിയിൽ കേജ്രിവാൾ ഒരു നിലപാടില്ലാതെ RSSനെ അനുകൂലിക്കുമ്പോഴും BJPയെ എതിർക്കുന്ന, മൃദു ഹിന്ദുത്വയിൽ ഊന്നിയുള്ള നിലപാടുകൾ, ഇങ്ങനെ നിലപാട് പറയാൻ സാധിക്കാതെ അഴിമതി വിരുദ്ധം എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാനിനെ ഒരു പാർട്ടിയുടെ നിലപാടായി അവതരിപ്പിച്ച കേജ്രിവാൾ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ നിന്ന് തൂഫാനായി പോയി. വർഷങ്ങൾക്ക് ശേഷം, 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ BJP ക്യാമ്പ് തിരികെ എത്തിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പറയട്ടെ, നിങ്ങൾ ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയം നിങ്ങൾക്ക് തന്നെ വിനയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളിപ്പോൾ വെച്ചു പുലർത്തുന്ന ഈ വർഗീയ നിലപാട്, നിങ്ങളുടെ മുൻഗാമികൾ ഈ നാട്ടിൽ പറഞ്ഞ മതേതരത്തെ, നിങ്ങളുടെ മുൻഗാമികൾ ഈ നാട്ടിൽ വെച്ചു പുലർത്തിയ മതേതര സംവിധാനത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങളെ ഒക്കെ 4 വോട്ടിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചേർത്തലയുടെ തട്ടകത്തിൽ ചെന്ന് കൈ ഉയർത്തിപ്പിടിച്ച് വർഗീയവാദിയായ നടേശനൊപ്പം നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളോട് കാലം മാപ്പ് പറയില്ല എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും.